നിവർത്തന പ്രക്ഷോഭം. നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ സംഘടിച്ചു നടത്തിയ സമരമാകുന്നു നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായ സി കേശവൻ ആയിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ സെക്രട്ടറിയും സി കേശവൻ തന്നെയായിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന് സി കേശവന്റെ കൂടെ അണിചേർന്നവരിൽ പ്രധാനികളാകുന്നു ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്. നിവർത്തന പ്രക്ഷോഭം എന്ന പേരിട്ടത് ഐ സി ചാക്കോ ആകുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ് അല്ലെങ്കിൽ ടങ്ക് എന്നാണ് അർത്ഥം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രമാകുന്നു കേരള കേസരി. കേരള കേസരി പത്രത്തിന്റെ എഡിറ്റർ, പത്രാധിപനായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള. കേസരി ബാലകൃഷ്ണപിള്ളയായിരുന്നു കേരള കേസരി എന്ന പത്രത്തിന്റെ എഡിറ്റർ, അതായത് പത്രാധിപൻ. ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള പിന്നോക്ക വിഭാഗക്കാരുടെ വോട്ടവകാശത്തിലേക്ക് നയിച്ച സമരം കൂടിയാകുന്നു നിവർത്തന പ്രക്ഷോഭം. ശ്രീമൂലം പ്രജാസഭ എന്ന് പറഞ്ഞാൽ ആധുനിക തിരുവിതാംകൂറിലെ 10ാമത്തെ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാൾ സ്ഥാപിച്ച നിയമസഭയാകുന്നു ശ്രീമൂലം പ്രജാസഭ. അപ്പോൾ ശ്രീമൂലം പ്രജാസഭ എന്ന് പറഞ്ഞാൽ ശ്രീമൂലം തിരുനാൾ സ്ഥാപിച്ച നിയമസഭയാകുന്നു ശ്രീമൂലം പ്രജാസഭ. ഈ ശ്രീമൂലം പ്രജാസഭയാണ് 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടെ കേരള നിയമസഭയായി പരിവർത്തനം ചെയ്യപ്പെട്ടത്. ഈ ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള വോട്ടവകാശത്തിന് ഈഴവർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ കാരണമായ പ്രക്ഷോഭം കൂടിയാകുന്നു 1932 നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിലെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്ക് കാരണമായ ഒരു പ്രക്ഷോഭം കൂടിയാകുന്നു നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിലെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്ക് കാരണമായ ഒരു പ്രക്ഷോഭം കൂടിയാകുന്നു നിവർത്തന പ്രക്ഷോഭം. കേരള PSC യുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സമരം കൂടിയാണ് നിവർത്തന പ്രക്ഷോഭം. കേരള PSC യുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സമരം കൂടിയാകുന്നു നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂർ PSC യുടെ ആദ്യ കമ്മീഷണർ ആയിരുന്നു GD നോക്സ്. തിരുവിതാംകൂർ PSC യുടെ ആദ്യ കമ്മീഷണർ ആകുന്നു GD നോക്സ്. തിരുവിതാംകൂർ PSC രൂപീകരിച്ച വർഷം 1936 ആകുന്നു. തിരുവിതാംകൂർ PSC രൂപീകരിച്ച വർഷം 1936 ആകുന്നു. PSC യുടെ സാധ്യതകളെക്കുറിച്ച് അന്ന് പഠിച്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത സ്പെഷ്യൽ ഓഫീസർ കൂടിയാകുന്നു GD നോക്സ്. PSC യുടെ സാധ്യതകളെക്കുറിച്ച് അന്ന് പഠിച്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത സ്പെഷ്യൽ ഓഫീസർ കൂടിയാകുന്നു GD നോക്സ്. ഈ GD നോക്സ് തന്നെയാകുന്നു തിരുവിതാംകൂർ PSC യുടെ ആദ്യ കമ്മീഷണറും ഒക്കെ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഈഴവർ, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ഉൾപ്പെടുന്ന ഒരു സംയുക്ത രാഷ്ട്രീയ സമിതിക്ക് രൂപം കൊടുത്തത് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സി കേശവൻ ആയിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഈഴവർ, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ഉൾപ്പെടുന്ന ഒരു സംയുക്ത രാഷ്ട്രീയ സമിതിക്ക് രൂപം കൊടുത്തത് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നിവർത്തന പ്രക്ഷോഭത്തിന്റെ സെക്രട്ടറിയുമായിരുന്ന സി കേശവനായിരുന്നു. 1932 തുടങ്ങിയ നിവർത്തന പ്രക്ഷോഭം 1935 അവസാനിച്ചു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 1935 പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാകുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 1935 പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാകുന്നു. ഈ പ്രസംഗത്തിൽ സി കേശവൻ ബ്രിട്ടീഷുകാരെ ശക്തമായി വിമർശിച്ചത് കാരണം സി കേശവനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലം വിജയമായിരുന്നു. 1935 ഈ സമരം അവസാനിച്ചു. 1932 തുടങ്ങിയ നിവർത്തന പ്രക്ഷോഭം അവസാനിക്കുന്നത് 1935 നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലം വിജയമായിരുന്നു.